ഹലോ, ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു 4 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സാമ്പാർ പരിപ്പ്, സാമ്പാർ പൊടി, കായം ഞാനിവിടെ NSൻ്റെ കായമാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഉപയോഗിക്കാം. പിന്നെ താളിക്കാൻ ആവശ്യമായ വറ്റൽമുളക്, കറിവേപ്പില. ഒരു കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാമ്പാർ പരിപ്പ്, എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങൾ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 2 വിസിൽ വരുന്നവരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ വേറൊരു അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇവിടെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടി കരിഞ്ഞു പോകരുത്. ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കറൊക്കെ തുറന്ന് നമ്മൾ വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ, ബൈ.